എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ട്ടാ. നമുക്കിപ്പോൾ റമദാനൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ റമദാന് ചെയ്തെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഈവനിങ്ങിനൊക്കെ സ്നാക്കായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ വെള്ളമെല്ലാം വറ്റുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ ചിക്കനെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ ചൂടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങനെ പൊടിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കണ്ടോ ദാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുമ്പോൾ 3 എണ്ണം തന്നെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. സവാള കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാണ് ഈ മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ സവാള ദേ ഒന്ന് വഴന്ന് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് ഒക്കെ മാറുന്നവരെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ സവാളയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തപ്പോൾ അതിലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇല്ലേ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ ചിക്കനിലേക്ക് ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഞാൻ ദേ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയും മതി ട്ടോ. നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എഗ്ഗാണ് ട്ടോ. അപ്പോൾ ഞാനിവിടെ 1 എഗ്ഗ് എടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ.
ഇപ്പൊ ഞാൻ ദേ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടോ നമ്മുടെ മാവ് നോക്കിയേ ഇതേപോലെ ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്റർ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഷീറ്റ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. പിന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് എടുക്കാം. കണ്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി ട്ടാ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ ഷീറ്റ് നോക്കിയേ ഇതേപോലെ ഇങ്ങനെ നൈസ് ആയിട്ടുള്ള ഷീറ്റാണ് ട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തതിന്റെ പേരിൽ തന്നെ ഇതിങ്ങനെ ഒട്ടിയിരിക്കൊന്നുമില്ല. നമുക്ക് ഇതിന്റെ മേലെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളാണ് ട്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. സെൻറ്ററിലായിട്ട് തന്നെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 4 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന ഈ 2 സൈഡിലും മാവൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മാവെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും വേറെ റെഡിയാക്കി എടുക്കണ്ട. നമ്മളിപ്പോൾ ഈ ഷീറ്റ് റെഡിയാക്കി എടുത്തില്ലേ അതിൻ്റെ ബാക്കി മാവ് കുറച്ച് വെച്ചാൽ മതി. അത് തന്നെ ഇതിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ട്ടാ. എന്നിട്ട് ഈ 2 സൈഡും ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതേപോലെ 2 സൈഡ് ഇങ്ങനെ മടക്കി എടുത്തിട്ട് പിന്നെ ഈ ജോയിന്റ് വരുന്നിടത്ത് കുറച്ച് മാവ് കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഒട്ടും വിട്ടു പോവാതിരിക്കാനാണ്. കണ്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഫില്ലിങ് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുമില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം കണ്ടോ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഞാൻ ദേ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി ട്ടോ. ഇനി നമ്മൾ ഒരുപാട് അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. കണ്ടോ നല്ലതുപോലെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയുള്ള സ്നാക്ക് ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ മാത്രമല്ല കേട്ടോ. ഇനി എഗ്ഗ് വെച്ചിട്ടോ മട്ടൺ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ ഇതേപോലെ ഫില്ലിങ് റെഡിയാക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്